കേരള കിക്ക് ഓഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ബാഴ്സലോണയും വലൻസിയയും തമ്മിൽ നടന്ന ലാലിഗ മത്സരത്തിന്റെ തന്ത്രപരമായ നീക്കങ്ങൾ, വ്യക്തിഗത പ്രകടനങ്ങൾ, കൂടാതെ പരിശീലകന്റെ മത്സരശേഷമുള്ള പ്രതികരണങ്ങൾ എന്നിവയെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. നിലവിലെ ലാലിഗ ചാമ്പ്യന്മാരായ ബാഴ്സലോണയുടെ ശക്തി വിളിച്ചോതുന്നതായിരുന്നു 2025 സെപ്റ്റംബർ 14 എസ്റ്റാഡി യോഹാൻ ക്രൈഫിൽ വലൻസിയയ്ക്കെതിരെ നേടിയ 6-0 ഉജ്ജ്വല വിജയം. പരിക്കിനെ തുടർന്ന് കളിക്കാനാവാതെ പോയ യുവതാരം ലെമീൻ യമാലിനു പകരം റൂണി ബാർജിക്ക് ഫ്ലിക്ക് വലതുവിങ്ങിൽ ആദ്യമായി അവസരം നൽകി. ലോണിൽ ടീമിലെത്തിയ ശേഷം കാര്യമായൊന്നും ചെയ്യാൻ കഴിയാതിരുന്ന മാർക്കസ് റാഷ്ഫോർഡ് ഇടതുവിങ്ങും ഫെറാൻ തോറസ് മുന്നേറ്റ നിരയിലും ഫെർമിൻ ലോപ്പസ് മധ്യനിരയിൽ ക്രിയേറ്റീവ് റോളിലും കളിച്ചു. പരിക്കേറ്റ അലഹാൻദ്രോ ബാൾഡയ്ക്ക് പകരം ജെറാഡ് മാർട്ടിൻ ലെഫ്റ്റ് ബാക്കിൽ ഇറങ്ങിയപ്പോൾ യുവ സെന്റർ ബാക്ക് കൂട്ടുകെട്ടായ പൗ കുബാർസിയും എറിക് ഗാർസിയയും ഗോൾ കീപ്പർ യോഹാൻ ഗാർസിയയ്ക്ക് പ്രതിരോധം നൽകി. അസാധാരണമായ ഊർജ്ജസ്വലതയോടെയാണ് ബാഴ്സലോണ മത്സരം ആരംഭിച്ചത്. തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ അവർ വലൻസിയൻ ഗോൾ മുഖത്തേക്ക് ഇരച്ചുകയറി. നിരവധി ശ്രമങ്ങൾക്ക് ശേഷം 29-ാം മിനിറ്റിൽ ഗോളിനായുള്ള കാത്തിരിപ്പ് അവസാനിച്ചു. ഫെറാൻ തോറസിന്റെ മനോഹരമായൊരു പാസിൽ നിന്ന് ഫെർമിൻ ലോപ്പസ് ഒരു ലോ ഷോട്ടിലൂടെ വലൻസിയയുടെ ഗോൾ വല കുലുക്കി. ഈ ഗോൾ ബാഴ്സലോണയുടെ തുടർച്ചയായുള്ള ആക്രമണങ്ങൾക്ക് വഴി തുറന്നു. കഴിഞ്ഞ മത്സരത്തിൽ ബാഴ്സയോട് കനത്ത തോൽവി ഏറ്റുവാങ്ങിയ വലൻസിയ പ്രതിരോധത്തിലൂന്നിയെങ്കിലും ബാഴ്സയുടെ ശക്തമായ മധ്യനിരയെയും ഹൈ പ്രസിംഗിനെയും തടയാൻ അവർക്ക് കഴിഞ്ഞില്ല. രണ്ടാം പകുതി ടീമിന്റെ കരുത്തും തന്ത്രപരമായ മികവും വ്യക്തമാക്കുന്നതായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം ബാർജിക്ക് പകരം ഫ്ലിക്ക് റാഫീഞ്ഞയെ കളത്തിലിറക്കി. ഈ നീക്കം വളരെ പെട്ടെന്ന് ഫലം കണ്ടു. 23-ാം മിനിറ്റിൽ ബാഴ്സ ജേഴ്സിയിൽ റാഷ്ഫോർഡിന്റെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്ന് കണ്ടു. റാഷ്ഫോർഡ് നൽകിയ അപകടകരമായൊരു ക്രോസ് റാഫീഞ്ഞ സ്ലൈഡിംഗ് ഫിനിഷിലൂടെ ഗോളാക്കി മാറ്റി. ഈ ഗോളിന് ശേഷം വലൻസിയയ്ക്ക് ശ്വാസം വിടാൻ പോലും സമയം നൽകാതെ ലോപ്പസ് തന്റെ രണ്ടാം ഗോളും നേടി. ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത ആ ശക്തമായ ഷോട്ട് ഗോൾ കീപ്പർ ജൂലിയൻ അഗിറസാബാലയുടെ കൈകളിൽ നിന്ന് തെന്നിമാറി വലയിലേക്ക് കയറി. മിനിറ്റുകൾക്കകം വലൻസിയൻ പ്രതിരോധത്തിലെ ആശയക്കുഴപ്പം മുതലെടുത്ത് റാഫീഞ്ഞ വീണ്ടും ഗോൾ നേടി. ചാമ്പ്യൻസ് ലീഗ് മത്സരം മുന്നിൽ കണ്ട് 68-ാം മിനിറ്റിൽ ഫ്ലിക്ക് ലെവൻഡോവ്സ്കിയെയും ഡാനി ഓൾമോയെയും കളത്തിലിറക്കി. തന്റെ ഗോൾവേട്ടക്കാരന്റെ മികവ് ഓർമ്മിപ്പിക്കാൻ പോളണ്ട് സ്ട്രൈക്കർക്ക് അധിക സമയം വേണ്ടി വന്നില്ല. ഓൾമോ നൽകിയ കൃത്യമായൊരു പാസിൽ നിന്നും പരിക്കിൽ നിന്ന് മടങ്ങിയെത്തിയ മാർക്ക് ബെർണാൽ നൽകിയ മനോഹരമായ അസിസ്റ്റിൽ നിന്നും ലെവൻഡോവ്സ്കി രണ്ടാം ഗോളും നേടി. ഈ ഇരട്ട ഗോളുകളോടെ ബാഴ്സയുടെ മികച്ച പ്രകടനത്തിന് മനോഹരമായൊരു തിരശീല വീണു. 6000 കാണികൾ മാത്രമെത്തിയ താൽക്കാലിക വേദിയിൽ നടന്ന മത്സരം ഒരു അവിസ്മരണീയ കാഴ്ചയായിരുന്നു. ഫെർമിൻ ലോപ്പസ്, റാഫീഞ്ഞ, ലെവൻഡോവ്സ്കി എന്നീ 3 കളിക്കാർ 2 ഗോളുകൾ വീതം നേടിയത് ടീമിന്റെ കൂട്ടായ ശക്തിയും ആക്രമണത്വരയും വ്യക്തമാക്കുന്നു. മത്സരം സംസാരിച്ച മാനേജർ ഹാൻസി ഫ്ലിക്ക് ലോപ്പസിന്റെ മികച്ച പ്രകടനത്തെ പ്രത്യേകം അഭിനന്ദിച്ചു. കളിക്കാരുടെ ഐക്യത്തെയും വ്യക്തിഗത നേട്ടങ്ങൾ പരിഗണിക്കാതെ പരസ്പരം സഹകരിക്കുന്നതിനെയും അദ്ദേഹം പ്രശംസിച്ചു. തിരക്കിട്ട മത്സര ഷെഡ്യൂൾ മുന്നിലുള്ളതിനാൽ ഓരോ കളിക്കാരനെയും സജ്ജരാക്കി നിർത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ടീമിലുള്ള ഡെപ്തിൽ അദ്ദേഹം സംതൃപ്തി രേഖപ്പെടുത്തി. കൂടാതെ പരിക്കിൽ നിന്ന് മടങ്ങിയെത്തിയ ബെർണാലിനെയും കളി മാറ്റിമറിച്ച സബ്സ്റ്റിറ്റ്യൂഷനുകളെയും അദ്ദേഹം എടുത്തു പറഞ്ഞു. അവരുടെ ഈ ഉജ്ജ്വലമായ 6 ഗോൾ പ്രകടനം എതിരാളികൾക്കുള്ള മുന്നറിയിപ്പും ആരാധകർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നായി തീർന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ മാച്ചിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിൽ കുറിക്കൂ. കൂടുതൽ ഫുട്ബോൾ വിശകലനത്തിനായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.